ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം, സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ദോശയുമായിട്ടാണ്. ബൺ ദോശ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഇത് കേട്ടാൽ മാത്രം പോരാ, കണ്ടാൽ മാത്രം പോരാ, ഉണ്ടാക്കി നോക്കണം. കാരണം അത്രയും നല്ല സോഫ്റ്റായി പെട്ടെന്ന് എണ്ണയൊന്നും വേണ്ട, എണ്ണയിലിട്ട് പൊരിക്കുന്നതെന്നാ കാണുമ്പോൾ വിചാരിക്കുക, അതൊന്നുമല്ല. നല്ല ദോശയും ഒരു ആന്ധ്രാപ്രദേശ് ചട്നിയുമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആന്ധ്ര ചട്നി എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല എരിവുള്ള ചട്നി ആയിരിക്കും. ആദ്യം ഈ ദോശയെ പറ്റി നമുക്ക് നോക്കാം. എന്തെല്ലാം ചേരുവകൾ വേണം? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉഴുന്ന് വേണ്ട. ഞാനിത് 3-4 മണിക്കൂർ പച്ചരി, 1 ഗ്ലാസ് പച്ചരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 ഗ്ലാസ് പച്ചരിയിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി പുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരി ആയതുകൊണ്ട് 1/2 കപ്പ് അവിൽ, വെള്ള അവിലാണ് ഏറ്റവും നല്ലത്. ഇത് കുറച്ച് അവിൽ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. പിന്നെ 1/2 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. 1 ഗ്ലാസ് അരിയും 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 4-5 മണിക്കൂർ നന്നായി കഴുകി വെള്ളത്തിലിട്ട് പുതിർത്ത് വെച്ചായത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ എല്ലാം ഒരുമിച്ച് അങ്ങ് അരക്കാം നമുക്ക്. 1/2 ഗ്ലാസ് തേങ്ങ, 1/2 ഗ്ലാസ് അവിൽ. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. ബൺ ദോശയുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അരഞ്ഞിട്ടില്ലാണ്, പക്ഷെ ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. അത് തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെ ഈ ബാറ്റർ റെഡിയായി. നമുക്കിത് ഉപ്പിട്ടിട്ട് വെക്കാം. എത്ര മണിക്കൂർ? ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് വെക്കണം. എന്നിട്ടേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുറച്ച് മിക്സി കഴുകിയ വെള്ളം, ജാറ് കഴുകിയ വെള്ളം എന്തായാലും ചേർക്കണം. പിന്നെ വെള്ളം കുറവാണെങ്കിൽ 6 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അധികം വെള്ളം പാടില്ല ഇതിന്. അങ്ങനെ നമ്മുടെ മാവ്, ബൺദോശയുടെ മാവ് 6 മണിക്കൂറിന് ശേഷം നന്നായി പൊങ്ങി വന്നു. ഇത് ഞാൻ അരച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടതില്ലേ, പാത്രത്തിന്റെ പകുതി ഉള്ളായിരുന്നു. കുറച്ച് ഉപ്പ് ചേർത്ത് ഞാൻ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ കട്ടി പാടുള്ളൂ ഇതിന്. ഇനി നമുക്ക് ഇതിലേക്കൊരു വറവിടണം. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ടാണ് അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്യാസ് സ്റ്റവ് കത്തിച്ച്, അധികം എണ്ണയൊന്നും വേണ്ട, ഒരു വറവിന് ആവശ്യമുള്ള കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായാൽ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർക്കുക. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എളുപ്പം കഴിയുന്നതാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയാൽ നമുക്ക് ഇഞ്ചി പച്ചമുളക് അതിലേക്കിട്ട് അതിൽ വറവിട്ടിട്ട് അത് എടുത്തവിടെ വെക്കട്ടെ. പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഇനി ഇത് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം റെഡിയായി കഴിഞ്ഞു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളകൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. കുറച്ച് കരിവേപ്പില തീർന്നു. കുറച്ച് കരിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ. ഇഞ്ചി പച്ചമുളകും ഒന്ന് ആയാൽ ഇതിന് നമുക്ക് ആ മാവിലൊഴിച്ച് ഇളക്കി വെക്കാം. സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. മാവിലൊഴിച്ച് ഇനി നമുക്കിത് കോരി ഒഴിച്ച് ഉണ്ടാക്കേണ്ട പണിയേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പേ നമുക്കൊരു ചട്നി വേണ്ടേ അല്ലേ? ചട്നി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ലല്ലോ.
അതുകൊണ്ട് നമുക്കിനി ചട്നിപ്പണി നോക്കാം. അപ്പോഴേക്കും ഇതവിടെ കിടക്കട്ടെ. ചട്നിപ്പണി ഒരു പ്രത്യേക തരം ആന്ധ്ര ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച്, നിങ്ങളുടെ അടുത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, നല്ലെണ്ണ. പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ ചീന്തി ഇട്ട് കൊടുക്കുക. പിന്നെ 3-4-5 കായ് വെളുത്തുള്ളി. ഇതാവട്ടെ, ഇതൊന്ന് വെളുത്തുള്ളി ചുവന്ന് വരണം. വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരട്ടെ. നല്ല സ്മെല്ല്. ഇനി കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി നന്നായൊന്ന് വഴച്ച് ആ പച്ച ചുവ മാറുന്നത് വരെ. ഇനി നമുക്ക് എന്താ വന്നിച്ചാൽ ഒരു ചെറിയ കഷ്ണം പുളിയില്ലേ, ഇതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഉപ്പ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച്, പിന്നെ കുറച്ച് മല്ലിയില. ഇതാണ് ആന്ധ്ര ചട്നി, ആന്ധ്ര സ്റ്റൈൽ ചട്നിയാണിത്. ഇനി ഇതിനെല്ലാം കൂടി നമ്മളൊരു അരക്കലങ്ങ് അരയ്ക്കും. ഞാൻ അരച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിരിക്കുകയാണ്. ഇതാ ആന്ധ്ര ടൈപ്പ് ചട്നിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഇനി അതിനൊന്ന് കടുക് വറവിടണം. കുറച്ച് കടുവും 2 വറ്റൽമുളകും. ഇത് പാകമായിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ പണിയും കഴിഞ്ഞു. അങ്ങനെ ചട്നി പണിയും കഴിഞ്ഞു. നമ്മുടെ ബൺ ദോശയുടെ ചട്നി റെഡിയായി. ഇനി നമുക്ക് ബൺ ദോശയുടെ കാര്യങ്ങൾ നോക്കാം. ബൺ ദോശ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ വെള്ളയപ്പ ചട്ടിയാണ്. വെള്ളയപ്പ ചട്ടി നോക്കിയ കുറച്ച് നോട്ടിക്കല്ലേ എല്ലാവരുടെയും. അപ്പോൾ അതിലാകുമ്പോൾ നമുക്കൊന്നും പേടിക്കാണ്ട് ബൺ ദോശ ശരിക്കും റെഡിയായി കിട്ടും. ആ ഷേപ്പും കിട്ടും. വെള്ളയപ്പത്തിൻ്റെ ഷേപ്പല്ല, ഒരു ബണ്ണിൻ്റെ ഷേപ്പുള്ള ദോശയും കിട്ടും. അതുകൊണ്ട് എല്ലാവരും വെള്ളയപ്പ ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ല മാവൊക്കെ പൊന്തി വന്നതാണ്. പിന്നെ എണ്ണയൊന്നും അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ തവി ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു തവി ഒഴിക്കുക. അതിന് പൊന്തി വന്നോളൂ. അതിന് ശേഷം കുറച്ച് എണ്ണ എടുത്ത് സൈഡിലാക്കുക, ഇങ്ങനെ സൈഡിൽ മാത്രം. ഇനി നമുക്ക് ഇതിനെ മൂടി വെക്കാം. മൂടി വെച്ച് കുറച്ച് സിമ്മിലാക്കി വെക്കാം. ഇനി ആവട്ടെ. ഇനി തുറന്നു നോക്കാം. ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടണം. ഇനി മറ്റേ സൈഡ് നന്നായി ആവട്ടെ. ഇതാവുന്ന സമയത്ത് നല്ലൊരു ഉലുവയുടെ മണം ഉണ്ടാവും.
ഉലുവ സ്മെല്ല് വരും. കാരണം നമ്മൾ പച്ചരീൻ്റെ കൂടെ കുറച്ച് ഉലുവ ചേർത്തിനല്ല, അതാരും മറന്നു പോകല്ലേ, ഉലുവ വേണം. 2 സൈഡും സിമ്മിൽ വെച്ച് വേവിച്ചെടുത്ത് ഒന്ന് കുത്തി നോക്കണം ഒരു സ്പൂണിൻ്റെ സൈഡ് കൊണ്ട്. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. വളരെ എളുപ്പമാണ് ബൺ ദോശ ഉണ്ടാക്കാൻ. നമ്മുടെ ബൺ ദോശ ആദ്യത്തത് പാകമായി കഴിഞ്ഞു. ഒന്ന് കുത്തി നോക്കാം, സ്പൂണിൻ്റെ സൈഡ് കൊണ്ട് കുത്തി നോക്കിയാൽ മതി. ഇവിടെ ഒന്നും വന്നിട്ടില്ല, നല്ല വെന്തതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായി കഴിഞ്ഞു, ആദ്യത്തെ ബൺ ദോശ റെഡിയായി. ഇനി നമുക്ക് ഒന്നുകൂടി ഒഴിക്കാം. നല്ല ഉലുവയുടെ സ്മെല്ലാണ് വരുന്നത്. ഒഴിച്ച് കുറച്ചെണ്ണ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് മൂടി വെക്കും, സിമ്മിലായി വേവട്ടെ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബൺ ദോശയും റെഡി ആയിരിക്കുകയാണ്. കണ്ട, ബണ്ണിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബൺ ദോശ എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ, ഇതിലൊന്നുമില്ല കാര്യമായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത്. മൂന്നാമത്തതും ഞാനൊന്ന് ഒഴിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അധികം എണ്ണ വേണ്ട. ഇതിൻ്റെ ചുറ്റിനൊന്ന് നെയ്യുണ്ടെങ്കിൽ ഇനിയും ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഒന്ന് ഒഴിച്ച് കൊടുക്കുക, അത്ര. അങ്ങനെ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ബണ്ണിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ആ പേര് വന്നതെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. തേങ്ങയുണ്ട്, പച്ചരി, ഉഴുന്നൊരിപ്പൊന്നുമില്ല, പിന്നെ അവലുണ്ട്. അതുകൊണ്ട് അധികം ചിലവില്ല, എണ്ണയുടെ യാതൊരു ഇതുമില്ല. ചെറുതൊരു വറവിട്ടതേ ഉള്ളൂ. ഈ ചട്നിയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങാ ചട്നി ഇല്ലേ, ഗ്രേവിയുള്ള, അങ്ങനത്തെ ചട്നിയുടെ കൂടിയോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഫ്രണ്ട്സുമാരെല്ലാം കഴിച്ചതിന് ശേഷം അവരോടും കൂടെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോരോ ലൈക്കാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത നല്ല ഒരു ഡിഷുമായി വരുന്നത് വരെ ബൈ.